സസ്പെൻസിനൊടുവിൽ കല്ലട്ര മാഹിൻ ഹാജി കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി. മഞ്ചേശ്വരത്ത് AKM അഷ്റഫിന് രണ്ടാം ഊഴം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ കാസർഗോഡ് മണ്ഡലത്തിൽ പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ആരാകുമെന്ന കൗതുകത്തിലും കാത്തിരിപ്പിലുമായിരുന്നു ജനങ്ങൾ. ഇതിന് വിരാമമിട്ടാണ് മുസ്ലിം ലീഗ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജിയെ തന്നെയാണ് കാസർഗോഡ് പിടിച്ചടക്കുവാൻ മുസ്ലിം ലീഗ് നിയോഗിച്ചിരിക്കുന്നത്. കാലങ്ങളായി മുസ്ലിം ലീഗിൻ്റെ ഉരുക്കുകോട്ടയായതിനാൽ പല നേതാക്കൾക്കും കാസർഗോഡ് സീറ്റിൽ കണ്ണുണ്ടായിരുന്നു. ജില്ലയിൽ നേതാക്കളുടെ നിര തന്നെയുള്ളപ്പോൾ സംസ്ഥാന നേതാവായ KM ഷാജിയുടെ പേരാണ് ആദ്യം മുതൽ പറഞ്ഞു കേട്ടതെങ്കിലും പോസ്റ്റർ പ്രതിഷേധം ഉൾപ്പെടെ വന്നതിന് പിന്നാലെ അതിൽ മാറ്റം വന്നു. ഷാജി കാസർഗോട്ടേക്കില്ലെന്നറിഞ്ഞതോടെ പിന്നെയാരാകും എന്നതിലായി ലീഗ് പ്രവർത്തകരിലെ ആകാംക്ഷ. നവമാധ്യമങ്ങളിലുൾപ്പെടെ പല പേരുകളും പറഞ്ഞു കേട്ടു. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, ട്രഷറർ PM മുനീർ ഹാജി എന്നീ പേരുകളാണ് മാറി മാറി വന്നത്. ജില്ലാ പ്രസിഡന്റ്, ട്രഷറർ എന്നിവർക്കൊപ്പം ജനറൽ സെക്രട്ടറി A അബ്ദുൽ ഉൾപ്പെടെയുള്ളവർ പാണക്കാട്ടെത്തിയിരുന്നു. ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിലാണ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജിക്ക് നറുക്ക് വീണത്. വർഷങ്ങളുടെ പൊതുപ്രവർത്തനത്തിനിടയിൽ പലതവണ അണിയറയിൽ തെരഞ്ഞെടുപ്പിന്റെ കരുക്കൾ നീക്കിയെങ്കിലും ആദ്യമായാണ് കല്ലട്ര മാഹിൻ ഹാജി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. മഞ്ചേശ്വരത്ത് AKM അഷ്റഫിന് ഇത് രണ്ടാം ഊഴമാണ്. തദ്ദേശ സ്ഥാപന ജനപ്രതിനിധി എന്ന നിലയിൽ ദീർഘകാല പരിചയവും നാട്ടുകാരനെന്ന മേൽവിലാസത്തിലുമാണ് ബഹുഭാഷാ പ്രസംഗകനായ AKM അഷ്റഫ് ജനങ്ങളെ സമീപിക്കുന്നത്. 5 വർഷം മണ്ഡലത്തിലുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാക്കുവാനാണ് AKMനെ തന്നെ രംഗത്തിറക്കിയതെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുവെങ്കിലും LDFിലും NDAയിലും സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായിട്ടും മറ്റു മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതെന്തേയെന്ന ചോദ്യം ഉയരുന്നുണ്ട്. തങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു സർപ്രൈസ് എൻട്രിയായിരിക്കുമെന്നാണ് LDFിലെ ഘടകകക്ഷിയായ INL നേതാക്കൾ പറയുന്നത്. മികച്ച ഒരു പോരാട്ടത്തിലൂടെ മുന്നിൽ കയറുവാൻ സാധ്യതയുണ്ടായിട്ടും NDA ക്യാമ്പിലുള്ള ആലസ്യം ശ്രദ്ധേയമാണ്. BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി, K ശ്രീകാന്ത്, മുൻ ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ തുടങ്ങിയവരുടെ പേരുകൾ പരിഗണനാ പട്ടികയിലുള്ളതായി അറിയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.